കുന്നംകുളം സംഭവത്തിലെ ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിട്ടത് 4 പോലീസുകാർ ചേർന്ന് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് മാതൃഭൂമി ന്യൂസാണ്. ആ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ, ലോക്കപ്പ് മർദ്ദനത്തിന്റെ 3ാം മുറയുടെ ഒക്കെ തന്നെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പരാതികളും അങ്ങനെ കേരള പോലീസിനെതിരെ ഒന്നൊന്നായി പിന്നാലെ വരികയാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ നേമം ഷജീർ വർഷങ്ങൾക്ക് മുൻപ് താൻ ഏറ്റുവാങ്ങേണ്ടി വന്ന പോലീസ് മർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ്. ജനനേന്ദ്രിയത്തിന് ഉൾപ്പെടെ പരിക്കേറ്റ സംഭവത്തിൽ 7 വർഷങ്ങൾക്കിപ്പുറമാണ് കേസിൽ FIR പോലും ഇട്ടത്. 2017 നേമം പോലീസ് സ്റ്റേഷൻ SI ആയിരുന്ന സമ്പത്തിനെതിരെയാണ് ഗുരുതര ആരോപണം. ആ റിപ്പോർട്ട് ഒന്ന് കാണാം. യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനാണ് നേമം ഷജീർ. 8 വർഷങ്ങൾക്ക് മുമ്പ് നേമം പോലീസ് സ്റ്റേഷനിൽ വെച്ച പോലീസിന്റെ അതിക്രൂര മർദ്ദനത്തിന് ഇരയായാൽ 2017 മെയ് മാസം 14-ാം തീയതിയാണ് പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് എൻ്റെ സഹപ്രവർത്തകനും ബൂത്ത് പ്രസിഡന്റായ ഒരു കണ്ണനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു. പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കണ്ണനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം ഈ കണ്ണൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഈ കണ്ണനെ അജയകുമാരൻ തല്ലുന്നത്, ഞാൻ പുറത്തേക്കുമ്പോൾ തല്ലുന്നത് കണ്ട് ഞാൻ ഇടപെടുമ്പോഴാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. അപ്പോൾ നീ ആരുടെ ഇടപെടാൻ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും തല്ലി എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും അടിച്ച് ഇറക്കുകയാണ് ഉണ്ടായത്. ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ പ്രതിഷേധം അറിയിച്ചു. എന്നെ വലിച്ചകത്തേക്ക് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയി. പിന്നെ ക്രൂരമായ മർദ്ദനമാണ് പിന്നീട് ഉണ്ടായത്. ആദ്യം ഒരു 10-60 തവണ എൻ്റെ ചെകിടത്ത് ഈ 2 പോലീസുകാർ അടിച്ചു. അതിനുശേഷം SI സമ്പത്ത് വന്നിട്ട് മുട്ടുകയറ്റി നിരവധി തവണ എൻ്റെ അടിവയറ്റിലും ശരീരത്ത് ക്രൂരമായി ഇടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നെ കുനിച്ചു നിർത്തി ഇടിച്ചു. അങ്ങനെ എത്രയോ മണിക്കൂറുകളാണ് എന്നെ ഉപദ്രവിച്ചത്. ഇടുപ്പിൽ ഒരു 10-100 തവണയെങ്കിലും ചവിട്ടിയിട്ടുണ്ടാവും. ഓരോ തവണയും ഞാൻ എന്നോട് എഴിക്കാൻ ആവശ്യപ്പെടുകയും ഞാൻ എഴിച്ച് വരുമ്പോൾ വീണ്ടും എന്നെ ചവിട്ടി പറയിടും. ഞാൻ 1 മണിക്കൂറോളം എന്നെ ഇടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഏകദേശം എൻ്റെ ബോധമൊക്കെ പോയി. അവസാനം ഞാൻ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ സമ്പത്തും അതിൻ്റെ നേതൃത്വത്തിലുള്ള സമ്പത്തും മറ്റു പോലീസുകാരും എന്നെ ഈ അവരുടെ ജീപ്പിലിട്ട് വേറൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തള്ളുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ തന്നെ അത് അടിയന്തരമായി എൻ്റെ ഭക്ഷണത്തിലും ഈ പറയുന്ന ജനനേന്ദ്രിയത്തിലൊക്കെ ഭയങ്കര സാരമായ പരിക്കുണ്ട് എന്ന് പറഞ്ഞു. അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞു. ജയചന്ദ്രൻ പുല്ലമറയ്ക്കൊപ്പം ജിവിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ ക്രൂരത ഏറ്റുവാങ്ങിയ ശ്രീ നേമം ഷജീർ നമ്മോടൊപ്പം തത്സമയം ചേരും. ശ്രീ ജോർജ് ജോസഫ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ നേമം ഷജീർ, റിപ്പോർട്ട് കാണുമ്പോൾ വർഷങ്ങൾ ഇപ്പോൾ 8 വർഷം കഴിയാൻ പോവുകയാണ് താങ്കൾ ഈ പീഡനം ഏറ്റുവാങ്ങിയിട്ട്. അതായത് പോലീസിലെ കാക്കിയിട്ട ക്രിമിനൽ, കാക്കിയിട്ട ഗുണ്ട എന്നാണ് ഈ സമ്പത്തിനെ അറിയപ്പെടുന്നത്. കാക്കി ഇട്ട ഒരു സഖാവാണ്, കൊടിപിടിക്കാത്ത പോലീസിലെ ഒരു സഖാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം മാരകമായൊരു മർദ്ദനമാണ് താങ്കൾക്ക് ഈ 2017 ഏറ്റുവാങ്ങേണ്ടത്? അതിന് കാരണം എന്തായിരുന്നു ശ്രീ നേമം ഷജീർ? ഞങ്ങളൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഇപ്പോൾ ഈ സമ്പത്ത് എന്ന് പറയുന്ന SI അപ്പോൾ എന്നെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധിയായിട്ടുള്ള അവിടുത്തെ ചെറുപ്പക്കാരെയും നാട്ടുകാരെയൊക്കെ നിരന്തരം ഉപദ്രവിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. സ്വാഭാവികമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ പിന്നെ അക്രമം നേരിടുന്നവർ സ്വാഭാവികമായിട്ടും എന്നെ വന്ന് കാണാറുണ്ട്. ഇതുപോലെ പോലീസ് മർദ്ദിച്ചു എന്നൊക്കെ പറയും. ഞങ്ങൾ സാധാരണ അങ്ങനെ മർദ്ദിക്കുമ്പോൾ നിങ്ങൾ ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ പലരെയും ഉപദേശിക്കാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ നിരന്തരം കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ഒരാൾ എന്നുള്ള ഒരു വൈരാഗ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം അതുമാത്രമല്ല, നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളാണ്. CPM അനുഭാവി കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ പൊതുവെ നമ്മളോട് വലിയ പിന്നെ താല്പര്യം കാണിക്കുന്ന ആളല്ല. അപ്പം നമ്മൾ അനീതികൾക്കെതിരെ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ ശബ്ദിക്കുന്ന ആളാണ്. അപ്പം ഇതുപോലൊരു ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ തന്നെ സഹപ്രവർത്തകനെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു. അന്നേരം ഞാൻ പുറത്ത് നിൽക്കുമ്പോഴാണ് ആ പ്രവർത്തകനെ ഈ പോലീസുകാർ മർദ്ദിക്കുന്നത്. അപ്പം തന്നെ ഞാൻ ഇടപെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെ മർദ്ദിക്കാൻ പാടില്ല, പോലീസിന് ഇങ്ങനെ. ഇപ്പം നേരത്തെ നിങ്ങൾ ഈ ദൃശ്യം ഇതിന് മുന്നേ PG ദൃശ്യം കണ്ടതുപോലെ ഇതുപോലെ ആയിരുന്നു ആക്രമണം. അപ്പോൾ ഞാനത് ഇടപെട്ടു. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധം പിടിച്ചു. അപ്പോൾ ഞാൻ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്, നീ ആര് ചോദിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് നേരെയായിരുന്നു പിന്നീട് എല്ലാ ആക്രമണവും. പിന്നെ വളരെ 1-2 അടിയടിച്ച് എന്നെ സ്റ്റേഷൻ്റെ പുറത്തിറക്കി. പിന്നീട് സ്റ്റേഷൻ്റെ പുറത്ത് നിന്ന് ഞാൻ എൻ്റെ പ്രതിഷേധം പറഞ്ഞു. അങ്ങനെ എന്നെ അകാരണമായി അടിച്ച ആൾക്കെതിരെ നടപടി സ്വീകരിക്കാതെ ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് പോകില്ല എന്ന് വാശി പിടിച്ചപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ നീ പോകണ്ട എന്ന് പറഞ്ഞ് എന്നെ വലിച്ച് വീണ്ടും അകത്ത് കൊണ്ടുപോയി. ഈ നേരത്തെ അടിച്ചതുപോലെ ഒരു 50 അടിയെങ്കിലും എന്നെ അന്നേരം അതിനകത്തിട്ട് അടിച്ചിട്ടുണ്ടാവും. അതായത് ദൃശ്യങ്ങൾ കാണുന്ന 1-2 അടിയാണ് ഈ
പീച്ചിയിൽ നമ്മൾ കണ്ടത് അതിനപ്പുറത്തേക്ക് ഒരു 50 അടിയെങ്കിലും 50 അടിയെങ്കിലും കുറഞ്ഞത് എന്റെ ചെകിടത്ത് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ജനേന്ദ്രത്തിനടക്കം ശ്രീ നേമം ഷജീർ, ജനേന്ദ്രത്തിന് ഉൾപ്പെടെ, കാരണം ആ രീതിയിൽ അത്രത്തോളം ഒരു മൃഗീയമായ ഒരു തേർവാഴ്ച പോലീസിന്റെ, അതായത് ഈ സമ്പത്താണോ ആ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് നേമം ഷജീർ? അതാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഈ സമ്പത്ത് SI കടന്നു വന്നു, നിന്നെ ഞാൻ നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞ് നേരെ വന്ന് മുട്ട് കയറ്റി എൻ്റെ അടിവയറ്റിൽ പലതവണ ഇടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇടി കൊണ്ട് കുനിയുമ്പം എൻ്റെ മുതുകത്തിടിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലെല്ലാം എന്നെ ഉപദ്രവിച്ചു. അപ്പം സാധാരണ ഞാൻ കുറച്ച് ബോൾഡായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ പോലീസിൻ്റെ ഇതിലൊന്നും അങ്ങനെ ഞാൻ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാൻ, ഇടിച്ചാലും ഞാനത് സഹിക്കാൻ തയ്യാറായി നിന്ന ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ കരയാത്തത് കൊണ്ടും എൻ്റെ പ്രയാസം ഞാനിങ്ങനെ അത് ഇടി നേരിട്ടത് കൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ വാശി കയറി, നിന്നെ കരയിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് വിടുകയുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഏകദേശം ഒരു മണിക്കൂറോളം എന്നെ അതിനകത്ത് വേറൊരു മുറിയിലിട്ട് ഇടിച്ചു. പിന്നെ ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ബൂട്ടിട്ട് ഇങ്ങനെ നിരന്തരം 100 തവണയാണ് എൻ്റെ ഇടുപ്പിൽ ചവിട്ടുന്നത്. ചവിട്ടി വീഴുമ്പോഴെല്ലാം അദ്ദേഹം പറയുന്നത് നീ എഴിക്കെന്ന് പറയും. അങ്ങനെ ഞാൻ വിചാരിച്ച എന്നെ സഹായിക്കാനായിരിക്കും എന്ന് പറയും. അന്നേരം ഞാൻ എഴിക്കുമ്പോൾ വീണ്ടും ചവിട്ടുമ്പോൾ ഞാൻ വീണ്ടും നിലത്ത് വീഴുന്നു. അവസാനം എനിക്കൊന്നും ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ കാലൊക്കെ പിടിച്ച് ഞാൻ കരഞ്ഞ് പറയുന്നൊരു സന്ദർഭമൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതുപോലെ എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ അങ്ങനെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ ഇടപെടുന്നത്, നിങ്ങളിങ്ങനെ വൈരാഗ്യം കാണിക്കരുത് എന്ന് പറഞ്ഞ് കാല് പിടിച്ച് പറയുന്ന സന്ദർഭമൊക്കെ ഉണ്ട്. അല്പം പോലും മൈൻഡ് ചെയ്തില്ല. പിന്നീട് എനിക്ക് ഏകദേശം എൻ്റെ ബോധമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എനിക്ക് ഒരു ബ്ലൈൻഡായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നത്. പിന്നീട് ആരൊക്കെയോ ചേർന്ന് എന്നെ ഒരു ജീപ്പിലിട്ട് വേറെ സ്റ്റേഷനിൽ, നേമത്ത് നിന്ന് 15 കിലോമീറ്റർ അപ്പുറത്തുള്ള തിരുവല്ലം പോലീസ് സ്റ്റേഷനിലാണ് എന്നെ കൊണ്ടിടുന്നത്. അത് ഏറ്റവും ആരും ഉപയോഗിക്കാത്ത വൃത്തികെട്ട റൂമിനകത്താണ് എന്നെ കൊണ്ടിടുന്നത്. ഞാനത് കണ്ണു തുറന്നപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്ക് മനസ്സിലാകും. ചുറ്റും കുറേ വേസ്റ്റ് പേപ്പറും വാഷ് ബേസൊക്കെ അലങ്കോലമായി കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ കണ്ണു തുറന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ എവിടെയാണെന്ന് പോലും എനിക്കറിയാൻ കഴിഞ്ഞില്ല. അവസാനം ആരൊക്കെയോ നാട്ടുകാരെ അന്വേഷിച്ച് വന്നപ്പം പല സ്റ്റേഷനിലായി എൻ്റെ പാർട്ടി പ്രവർത്തകരൊക്കെ ജില്ലയിലെ പല സ്റ്റേഷനിൽ എന്നെ തിരക്കി പോയപ്പോഴാണ് ഞാൻ ഇന്ന സ്റ്റേഷനിലുണ്ടെന്ന് പറഞ്ഞ് 1-2 പേര് തിരക്കി തിരുവല്ലത്ത് വരുന്നത്. അപ്പോഴും ഞാനില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഷജീർ ഉണ്ടോ എന്ന് ചോദിച്ചു വരുമ്പോൾ പലരോടും ഇല്ല എന്നാണ് ആ പാറാവരം പറഞ്ഞു വരുന്നത്. അവസാനം ഇവർ ഉറക്കെ ശബ്ദിച്ചപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങി ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് പാർട്ടി പ്രവർത്തകർ പിന്നീട് അവിടെ വരികയും അവർ വന്നാണ് എന്നെ ആശുപത്രിയിൽ ശരിക്കും പോലീസ് സ്റ്റേഷനിൽ കയറി എന്നെ എടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത് പാർട്ടി പ്രവർത്തകരാണ്. അന്ന് നിരവധിയായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്ന ഈ ജീപ്പിനകത്താണോ എന്നൊക്കെ അറിയില്ല. ഈ SI പറയുന്ന ഈ പാറാവുകാരനോട് പറയുകയാണ് ഇത് വഴി കിടന്ന് ആക്സിഡൻ്റായി വഴി കിടന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാണ് എന്നെ തിരുവല്ല സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് ഈ പോലീസ് തന്നെ എനിക്കെതിരെ, ഞാൻ നേമം സ്റ്റേഷനിൽ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞ് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു. ഒറ്റയ്ക്ക് ഒരാൾക്ക് എങ്ങനെയാണ് ആക്രമണം നടത്താൻ കഴിയുന്നത്? അപ്പം ഞാൻ അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം എൻ്റെ വൃക്ഷണത്തിന് ഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്, അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അതിനപ്പോൾ അന്ന് തന്നെയാണ് ശസ്ത്രക്രിയ ചെയ്തതും. ഏകദേശം 19-20 ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ ഞാൻ ഇതിൻ്റെ ഭാഗമായി ചികിത്സയിൽ കഴിഞ്ഞു. അപ്പോൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ചാണ് ഞാൻ DGPക്കും പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്കും അതുപോലെ തന്നെ കോടതിയിലുമെല്ലാം കേസ് കൊടുത്തത്. 1-2 വർഷമല്ല, 7 വർഷമെടുത്തു ഒന്ന് FIR ഇടാൻ. ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ഞാൻ എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മുഴുവൻ ഹാജരാക്കി. ഞാൻ കടന്നുപോയ ചികിത്സകളും ബാക്കി എല്ലാ ഡോക്യുമെൻറ്റും ഹാജരാക്കിയിട്ട് പോലും ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെടുന്നത്. 7 കൊല്ലം നീണ്ട 7 കൊല്ലം എടുത്തു. അവസാനം DGP ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേസെടുത്തത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 7 വർഷത്തിനിടെ ഞാൻ പുതിയൊരു തെളിവും കൊടുത്തിട്ടില്ല. അന്ന് സംഭവിച്ച അന്നത്തെ ഡോക്യുമെൻ്റ് തന്നെയാണ് ഇന്നും എൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ഏകദേശം 7 മാസമേ ആവുള്ളൂ കേസെടുത്തിട്ട്. ഞാൻ പറയുന്നത് എനിക്കെതിരെ കേസെടുത്തിട്ട് പോലും എന്നെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഈ സമ്പത്തിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിരവധി ആളുകളാണ് ഹിസ്റ്ററിയിലേക്കാണ് ശ്രീ നേമം ഷജീർ ചോദിക്കാൻ വരുന്നത്. കാരണം ഗുണ്ടകളുമായിട്ടുള്ള നെക്സസ്, ഗുണ്ടായിസം, അങ്ങനെയുള്ളൊക്കെയുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു വ്യക്തി എന്നാണ് പോലീസിലെ ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസിൽ നിന്ന് തന്നെ കിട്ടുന്ന റിപ്പോർട്ടുകൾ. പലരുമായും ഈ ചർച്ചയ്ക്ക് മുൻപ് പല പോലീസുകാരെയും ബന്ധപ്പെട്ടപ്പോൾ ഈ വ്യക്തിക്കെതിരെ വളരെ ബാഡ് ഇമേജ്, ഷെയ്ഡി ക്യാരക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഇദ്ദേഹം ഈ സ്ഥാനത്ത് ഇത്രയും തുടരുന്നു? പ്രധാനപ്പെട്ട സ്റ്റേഷനുകളുടെ ചുമതല ഈ വ്യക്തിക്ക് കിട്ടുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരുടെ പിൻബലമാണുള്ളത് ശ്രീ നേമം ഷജീർ? ഉറപ്പായിട്ടും ഒരു രാഷ്ട്രീയ പിന്തുണ തന്നെയല്ലോ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹം വിശ്വസിക്കുന്ന, അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അദ്ദേഹം ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ പരസ്യമായി പ്രകടിപ്പിക്കുന്ന ആളാണ്. പോലീസ് സ്റ്റേഷനിൽ പോലും CPMകാരോട് തോളിൽ കൈയിട്ട് സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഒരു രാഷ്ട്രീയമായൊരു നിലപാടുള്ള, കൃത്യമായി പരോക്ഷമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു പോലീസുകാരനാണ്. നമുക്കറിയാം അദ്ദേഹത്തെ സഹായിച്ചത് നിരവധിയായിട്ടുള്ള മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ആളുകളുടെ ഏറ്റവും അടുത്ത ആളാണ്. ഞാൻ അന്ന് രാഷ്ട്രീയമായി നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ
പൊതുപരിപാടികളിലും അതുപോലെ തന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെ തെറ്റായ കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അത് നിയമത്ത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഒരു രാഷ്ട്രീയ വൈരാഗ്യം അദ്ദേഹത്തുണ്ട്. അപ്പം എന്നെപ്പോലെ ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഇത്രയും ക്രൂരമായി മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഒരു പോലീസുകാരനെ, ഇത്രയും വലിയ ക്രിമിനലായ ഒരു പോലീസുകാരനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിന് എന്താണ്? ഞാൻ എൻ്റെ മെഡിക്കൽ തെളിവ് ഉൾപ്പെടെ ഹാജരാക്കിയിട്ട് പോലും അതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായ സംരക്ഷണം തന്നെയല്ലോ. ഇപ്പോൾ എന്താണ് ഈ സർക്കാരിന് ആവശ്യം? തെളിവാണെങ്കിൽ തെളിവ് ഞാൻ ഹാജരാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്റേണൽ അന്വേഷണത്തിൽ പോലും ഞാൻ ചോദിക്കുന്നത് FIR ഇട്ട ഒരു പ്രതിയാണ് ഈ പോലീസുകാരൻ SI എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വീണ്ടും ലോ ആൻഡ് ഓർഡറൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഇനി വേറൊരു രസം, അദ്ദേഹം എന്നെ മാത്രമല്ല എന്നെക്കാൾ മൃഗീയമായി ക്രൂരമായി ആക്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. ചവിട്ടി നട്ടൽ വരെ ഒടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഈ നിയമ പോരാട്ടമായി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിൻ്റെ ഭീഷണിക്ക് മുന്നിലും അദ്ദേഹത്തിൻ്റെ പ്രലോഭനത്തിന് മുന്നിലും വഴങ്ങിപ്പോയി പരാതികൾ ഒത്തുതീർപ്പാക്കിയ ചരിത്രമാണുള്ളത്. ഞാൻ മാത്രമാണ് ഈ പരാതിയിൽ വിട്ടുവീഴ്ചയില്ലാതെ മുമ്പോട്ട് പോയത്. അതുകൊണ്ടാണ് 7 വർഷം വരെ എടുത്തു FIRയുടെ. ഈ പല പരാതികളും ഇല്ലാതായത് ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ അമ്പലം ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് റെയ്ബാൻ ഗ്ലാസും ലാത്തിയും ഇട്ട് ഷോർട്സൊക്കെ ഇട്ട് നടക്കുന്ന ഒരു മനോഭാവമാണ് അയാൾക്ക്. അയാളൊരു പോലീസുകാരനാണ് എന്നൊരു ബോധം പോലുമില്ല. ഇതൊരു ക്യാമിയോ റോൾ, ഒരു സെലിബ്രിറ്റി പരിവേഷത്തിൽ ഇങ്ങനെ അഭിരമിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. ഇപ്പോൾ എന്നെ മർദ്ദിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ചിരിക്കുന്നുണ്ട്. അത് വല്ലാതെ ആസ്വദിക്കുകയാണ്. ഞാനിങ്ങനെ കിടന്ന് തറയിൽ കിടന്ന് വിളിക്കുന്നതും നിലവിളിക്കുന്നതും അദ്ദേഹം ആസ്വദിക്കുന്നത് ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുകയാണ്. നിൻ്റെ ശബ്ദം പോരാ, ഉറച്ചു വിളിക്കണം, അങ്ങ് റോഡിൽ കേൾക്കട്ടെ എന്ന് പറഞ്ഞ ഇതുപോലെ എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളും ഹിസ്റ്ററികളും അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാവും. എന്നെ മാത്രമല്ല ആക്രമിച്ചത്, ഞാനത് തുറന്നു പറയാം. അതിനുശേഷവും ഞാൻ ഈ നിയമ പോരാട്ടം നടക്കുന്നതിനിടയിലും അദ്ദേഹം വേറെയും ആളുകളെ തള്ളിയിട്ടുണ്ട്. മണ്ണന്തലയിൽ ഒരു മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊരു ലോറി ഡ്രൈവറെ ചെകിടത്തടിച്ചതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ മണ്ണന്തല സ്റ്റേഷനിൽ നിന്ന് മാറ്റുന്നത്. അപ്പം നിരവധി അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളൊക്കെ നിരവധിയുണ്ട്. പക്ഷേ ഇപ്പോഴും രാഷ്ട്രീയമായി സംരക്ഷണം നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരം ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ക്രിമിനലുകളെ മുന്നോട്ട് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നാട്ടിൽ നീതി നടപ്പിലാക്കാൻ കഴിയുന്നത്? ഇപ്പം ഞാൻ ഒരു പൊതുപ്രവർത്തകനായ എനിക്ക് പോലും എൻ്റെ പരാതിയിൽ പോലും FIR ഇട്ടത് 7 വർഷത്തിന് ശേഷമാണ്. ഒരു സാധാരണക്കാരൻ എത്ര നാൾ ഇത് സഹിച്ച് മുമ്പോട്ട് പോകും? ഇപ്പോൾ എൻ്റെ പാർട്ടി അകമഴിഞ്ഞ് തന്ന പിന്തുണയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. എൻ്റെ പാർട്ടി വല്ലാതെ, ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എനിക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നൽകിയത്, എൻ്റെ ചികിത്സ നോക്കിയത്, എനിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തിയത്, എനിക്ക് വേണ്ടി ശബ്ദിച്ചത്, എന്നെ എല്ലാ രീതിയിലും പരിപാലിച്ചത് എൻ്റെ പാർട്ടിയാണ്. പാർട്ടി പിന്തുണയാണ്. പക്ഷേ അതുപോലും കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യും? തീർച്ചയായും ശ്രീ ജോർജ് ജോസഫ്, ഈ സമ്പത്തിനെ പോലെയുള്ള ഗുണ്ടകൾ, ക്രിമിനലുകൾ, ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് എങ്ങനെ പോലീസിൽ വിലസി ഇങ്ങനെ താക്കോൽ സ്ഥാനങ്ങൾ ഇരിക്കാൻ കഴിയുന്നു? നമ്മൾ പീച്ചിലെ സംഭവം കണ്ടല്ലോ, അവിടെ ഒരു പോലീസുകാരൻ കർണത്തടിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പിന്നെ സെറ്റിൽമെൻറ്റിന് നിൽക്കുകയാണ്, ലക്ഷങ്ങൾ കൈപ്പറ്റുന്നു. വാദിയെയും പ്രതിയും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് എന്ന പേരിൽ ലക്ഷങ്ങളുടെ ഇടപാടിന് വേണ്ടി നിൽത്തുന്നു. ആ നിന്ന് കൊടുക്കുന്ന ഈ വ്യക്തികൾക്കൊക്കെ തന്നെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? താക്കോൽ സ്ഥാനങ്ങൾ, ക്രമസമാധാന ചുമതലയാണ് പിന്നീട് നൽകുന്നത്. എന്തുകൊണ്ടാണ് ശ്രീ ജോർജ് ജോസഫ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഓരോ ദിവസം നാണക്കേടിൻ്റെ മെഡലുകളാണ് കേരള പോലീസിനെ സംബന്ധിച്ചും പുറത്തേക്ക് വരുന്നത്. ഇത് മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളാണ്. അവർ കനത്ത ശമ്പളം വാങ്ങിച്ച് അവിടെ ഇരിക്കുന്നതെന്നല്ലാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പം അടിയന്തരമായിട്ട് മേലുദ്യോഗസ്ഥൻ അതിൻ്റെ അകത്ത് ഇടപെടണം. ഒരു പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കണമെന്ന് അതിൻ്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറായ DYSP, അവിടുത്തെ അഡീഷണൽ കമ്മീഷണറോ അല്ലെങ്കിൽ അവിടുത്തെ SP അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അവരവിടെ അടിയന്തരമായിട്ട് വരേണ്ട സാഹചര്യം ഉണ്ട്, പെട്ടെന്ന് വരണം. ആരെങ്കിലും വിളിച്ചു പറഞ്ഞ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നേരെ അവിടെ ചെല്ലണമല്ലോ. അതിലെ സൂപ്പർവൈസറി ഓഫീസർമാരുടെ ചുമതല. ഇപ്പം നമുക്ക് ഈ ബീച്ചിലെ സംഭവം, കുന്നംകുളത്തെ സംഭവം, നമ്മൾ CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് പൊതുജനങ്ങൾ അത് മുഴുവൻ വിശ്വസിച്ചത്. കാരണം അവിടെ എന്താണ് നടന്നതെന്ന് കൃത്യമായി പൊതുജനങ്ങൾക്ക് മനസ്സിലായി. രാഷ്ട്രീയ ഭേദമന്യേ, ജാതി ഭേദമന്യേ, ധാർമ്മിക രോഷം പൂണ്ട് നിൽക്കുന്ന ഒരു മലയാള സമൂഹത്തിനെ നമുക്ക് കേരളത്തിൽ കാണാം. നമുക്ക് ആർക്കും അത് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം അടുത്ത് വന്നിരിക്കുന്നു നേമം ഷജീർ പറഞ്ഞ കേട്ടല്ലോ. ആ യുവാവിന്റെ, ആ വ്യക്തിയുടെ നോക്കണം, ജനനേന്ദ്രിയം, വൃഷണം മുഴുവൻ തല്ലി ചതക്കുകയാണ്. അപ്പോൾ എത്രത്തോളം അധമന്മാരാണ്, എത്രത്തോളം പ്രാകൃത ജന്മങ്ങളാണ് ഇവരൊക്കെ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഒരു മനുഷ്യനെ മറ്റൊരു വൈരാഗ്യമില്ല, വ്യക്തിവൈരാഗ്യമില്ല, ഒന്ന് കയ്യിൽ കിട്ടുമ്പോൾ അങ്ങ് ഇഞ്ചപ്പരുവമാക്കിയാണ്. അപ്പോൾ എന്ത് മാനസികാവസ്ഥയിലായിരിക്കാം ഈ സമ്പത്തിനെ പോലുള്ള ക്രിമിനലുകൾ, കാക്കിയിട്ട ക്രിമിനലുകൾ ഈ സേനയിലുള്ളത്?
അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ ഈ പോലീസ് സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഡിസിപ്ലിനറി ആക്ഷൻ്റെ ഭാഗമായിട്ട് പോലീസ് സർവീസിൽ നിന്ന് ഈസി ആയിട്ട് ആരെ വേണമെങ്കിലും റിമൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ അതിക്രമം കാണിക്കുന്നവരെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വോളണ്ടറി റിട്ടയർമെൻറ്റ്, കമ്പൾസറി റിട്ടയർമെൻറ്റ്, റിമൂവൽ ഒക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട് മേലുദ്യോഗസ്ഥന്മാർക്ക്. അപ്പോൾ അവരവരുടെ ആ അധികാരം വിനിയോഗിക്കുന്നില്ല. രാഷ്ട്രീയമായ ചില സ്വാധീനം അവരുടെ പുറത്തോട്ടും വരുന്നു. ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഈ നേമം ഷജീറിൻ്റെ കേസിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ലതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അദ്ദേഹത്തിന് നിരന്തരമായ ഒരു ഭീകരമായ മർദ്ദനം ആ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ട് അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൽ 22 ദിവസം അദ്ദേഹം കിടന്നു. അദ്ദേഹത്തിന് വൃഷ്ണത്തിന് പരിക്കേറ്റു, ഓപ്പറേഷൻ നടത്തി. അപ്പോൾ അതൊരു 326 പരിധിയിൽ വന്നു കഴിഞ്ഞു. 326 ഗ്രീവസ് ഹർട്ടാണത്. 7 വർഷം എടുത്ത് ഒരു FIR എടുക്കാൻ. ഏതായാലും ഇപ്പോൾ എങ്കിലും 7 വർഷത്തിന് ശേഷം നിരന്തരമായി അദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ടും ആ പാർട്ടിയുടെ പിന്തുണ ലഭിച്ചുകൊണ്ടും, അല്ലാത്തവരൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയം കളഞ്ഞിട്ട് പോയേനെ. അതുകൊണ്ട് ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം 7 വർഷം ശേഷം ഒരു FIR ഇടാൻ, FIR ഇട്ട് അത് കുറ്റച്ചാർജോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയും, അല്ലെങ്കിൽ കൺവിറ്റ് ചെയ്യും. അതിലേക്ക് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളെ പിന്നാളികളായി ആരൊക്കെ വന്ന് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഭരിച്ചോ അവരൊക്കെ ഇതുപോലുള്ള വൈതരണിയിലേക്ക് ചെന്ന് ചാടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഫോർട്ടിലെ കണ്ടല്ലോ ഉരുട്ടിക്കൊല കേസ്. എത്ര ഉരുട്ടിക്കൊല കേസിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതിയായിട്ട് വന്നു അവരുടെ ജീവിതം. ഈ കേരള പോലീസിൽ നാഥനില്ലാത്ത അവസ്ഥയാണോ? ഒരു ആഭ്യന്തര മന്ത്രി സംസ്ഥാനത്തുണ്ടോ? ഗുണ്ടകളെ തിറ്റിപ്പോറ്റുകയാണ് ഈ സർവീസിൽ. അല്ല പ്രതീക്ഷ, ഞാനിപ്പോ ഈ കണക്കിലേക്കും ഉത്തരവുകളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഇപ്പൊ സംഭവവാസങ്ങൾ എന്താ വെച്ചാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അതിന് കർശന നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ കുന്നംകുളത്തെ വിഷയം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഉന്നതമായ ചില ഉദ്യോഗസ്ഥര് CCTV ദൃശ്യങ്ങൾ കയ്യിൽ കിട്ടിയിട്ട് അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ, ആ പോലീസുകാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പകൽ പോലെ വെളിച്ചമായി. പക്ഷെ DGPക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശത്തിൽ അവരെ പിരിച്ചുവിടാനുള്ള നിയമോപദേശം കിട്ടിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് മുന്നോടിയായിട്ട് സസ്പെൻഷനിലേക്ക് അവരെ കടത്തി കഴിഞ്ഞു. അവരെ ഇനി പിരിച്ചുവിടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 108 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 2 DYSPമാരെ സഹിതം ഈ ഗവൺമെന്റിന്റെ കാര്യത്തിൽ പിരിച്ചുവിട്ടിട്ടുണ്ട്. 202 അതൊക്കെ നല്ലതാണ് ശ്രീ റെജി ലൂക്കോസ്. പക്ഷേ നോക്കൂ, എത്ര വർഷം വേണ്ടി വന്നു. ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് അത് മൂടി വെക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരാണ് ആ സേനയിലുള്ളത്. നോക്കൂ, ഈ SFI നേതാവ്, ഒരു SFI നേതാവിന് തുറന്നു പറയുകയാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന കൊടിയ പീഡനങ്ങൾ. ആ വ്യക്തി എന്താണ്? DYSP ആയിട്ട് പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതലയിലിരിക്കുകയാണ്. സമ്പത്ത് എന്ന് പറയുന്ന ക്രിമിനൽ, ആ ക്രിമിനൽ ഇപ്പോൾ എവിടെയാണ്? കീ പോസ്റ്റിലിരിക്കുകയാണ്. എന്താണ്? ഒരു പാവപ്പെട്ട ഒരു യുവജന നേതാവിനെ, യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ അദ്ദേഹത്തിന്റെ ജീവിതം പോലും ബലിയാടാക്കുന്ന രീതിയിൽ തല്ലിച്ചതച്ചിട്ട് 7 വർഷം 8 വർഷമാകുന്നു. എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? പിന്നീട് എന്താണ് ഈ 4 പോലീസുകാരുടെ കുന്നംകുളത്തിന്റെ കാര്യം എന്തായി? എങ്ങനെയാണ്? അങ്ങനെ ഓരോ സംഭവങ്ങളും നോക്കുമ്പോഴും എന്നാണ് നടപടിയെടുത്തത്? എപ്പോഴാണ് നടപടിയെടുത്തത്? കണ്ണടച്ചിരുട്ടാക്കിയായിരുന്നില്ല ഈ ഉദ്യോഗസ്ഥര്? അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിനല്ലേ, ഈ ആഭ്യന്തര വകുപ്പിനല്ലേ? നമ്മളിപ്പോൾ ഈ ക്രിമിനൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട് പോലീസിലെ കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ്. കാരണം ഈ പഠനകാലത്ത് SFI ബാക്ക്ഗ്രൗണ്ടുള്ള, DYFI ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ, അവർക്ക് ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ താക്കോൽ സ്ഥാനങ്ങളിൽ അവർ എത്തപ്പെടുന്നു. ക്രമസമാധാന ചുമതലയുള്ള സ്ഥലങ്ങളിൽ അവർ ഇരിക്കുന്നു. മാത്രമല്ല അവരെന്ത് തോന്നിവാസം കാണിച്ചാലും അത് ചോദ്യം ചെയ്യാൻ ആളില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഏകോപനവും ഇല്ലാത്തൊരു നിലയിലേക്ക് ഈ ആഭ്യന്തര വകുപ്പ്, പോലീസിങ് പോകുന്നുണ്ടോ? അത് തെറ്റായ വ്യാഖ്യാനല്ലേ. കേരളത്തിലെ പോലീസിലെ DYFIക്കാർ SFIക്കാർ മാത്രമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ UDF ഭരിച്ച കാലത്ത് എടുത്തിരിക്കുന്ന മുഴുവൻ UDFകാരാണോ? അതൊക്കെ ഗവൺമെന്റിനെ എന്താ പറയുക, നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം മാത്രം. ഇവിടെ അതല്ല വിഷയം. ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ SFI പ്രവർത്തകനെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത്, എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ഈ 8 വർഷമായിട്ട് ആ ചെറുപ്പക്കാരെ അറിയത്തില്ല. അയാളെ ജയിലിൽ അടിച്ചാണ് ജീവിതം തന്നെ തെറിച്ചു. ഇപ്പോഴും അത് ആ പാർട്ടി പ്രവർത്തിക്കുന്നു. ആ ഉദ്യോഗസ്ഥർ ഇപ്പൊ ആലപ്പുഴയാണെന്ന് പറയുന്നു. ഇവിടെ അതല്ല വിഷയം. ഈ സേന എന്ന് പറയുന്നത്, കേരളത്തിലെ പോലീസുകാർ എന്ന് പറയുന്നത്, ഞാൻ നിസ്തർക്കമായിട്ട് പറഞ്ഞു, ജോർജ് ജോസഫ് പറയും ചർച്ച നടത്തില്ല, ഇന്ത്യയുടെ പോലീസുകാരിൽ മാതൃകാപരമായ സേവനം നടത്തുന്ന സേനയാണ് കേരള സേന. അതിൽ കുറെ പുഴുക്കത്തുകളുണ്ട്. ഓൾ ഇന്ത്യ ബേസിൽ 12% ക്രിമിനൽ. ആ പുഴുക്കുത്തുകളൊക്കെ എന്താണ്? കീ പോസ്റ്റുകളിലാണ് ഇരിക്കുന്നത്. ക്രമസമാധാന ചുമതലയിലാണ് അവരിയ്ക്കുന്നത്. കാരണം ധൈര്യമായിട്ടൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി പറയാൻ മുട്ടിടിക്കാതെ ആർക്കെങ്കിലും പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ ശ്രീ റെജി ലൂക്കോസ്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം പോലീസ് സ്റ്റേഷനുകളിലും സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഇതുപോലത്തെ ചില ക്രിമിനലുണ്ട്. ഞാനത് നിഷേധിക്കുന്നില്ല. അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് സേന ഒന്നടങ്കം ക്രിമിനലുകളാണെന്നും SFI DYFI പ്രവർത്തനങ്ങളുടെ തയ്യാറോട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? കേരളത്തിലെ പോലീസുകാരെന്ന് പറയുന്നത് എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാർ, മനുഷ്യത്വമുള്ള ഉദ്യോഗസ്ഥന്മാര്. ഇവരിൽ ചെറിയ ആളുകളുണ്ട്. അത് ദേശീയ തലത്തിൽ തന്നെ ഉണ്ട്.
പക്ഷെ അവരെ തിരുത്തുക എന്നുള്ള ആ തിരുത്തലിന്റെ ഭാഗമായിട്ടാണ് 108ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഭർത്താക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാര് UDF സർക്കാരിന്റെ കാര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥന്റെ പേര് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? 21ഓളം ലോക്കപ്പ് വർദ്ധന കൊലപാതകങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ലേ? ഒരു സിംഗിൾ പോലീസുകാരന്റെ പേരിൽ നടപടി സ്വീകരിച്ചാലും പിരിച്ചുവിട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഒരു സർക്കാർ എടുക്കുന്നുണ്ടെങ്കിലും അവർ കുറെ പേര് ഇതിനകത്ത് തുടരുന്നു. ഇത്തരം വിഷയങ്ങൾ പുറത്തു വരുമ്പോഴല്ലേ നടപടി സ്വീകരിക്കുന്നത്. ഇപ്പൊ കുന്നംകുളം വിഷയത്തിൽ ചടുലമായ നീക്കം നടത്തില്ലേ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ? ഇന്നിപ്പോ പീച്ചിയിൽ നിന്നും ഒരു മാധ്യമങ്ങൾ പുറത്തേക്ക്, മാതൃഭൂമി ന്യൂസ് ആ വാർത്ത പുറത്തേക്ക് വിടേണ്ടി വരുന്ന സമയം വരെ കാത്തിരിക്കേണ്ടി വന്നുവല്ലോ. ഇത് കയ്യിലിരുന്ന ഡേറ്റാസ് അല്ലേ, കയ്യിലിരുന്ന ഡീറ്റെയിൽസ് അല്ലേ, കയ്യിലിരുന്ന ദൃശ്യങ്ങളല്ലേ ഇത്? അപ്പോൾ ആരാണ് ADGP ആയിരുന്ന MR അജിത് കുമാർ 2023 ക്രമസമാധാന ചുമതല വഹിക്കുന്ന സമയത്ത് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെയും. അപ്പോൾ ആരാണ് ഇതിന്റെ ഉത്തരവാദി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, മാതൃഭൂമി ന്യൂസിനെ കഴിഞ്ഞ ദിവസം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത ഈ വിഷയം പുറത്തു കൊണ്ടുവന്ന് ശ്ലാഘനീയമാണ്. നിങ്ങളുടെ മാതൃഭൂമിയുടെ തൃശ്ശൂർ റിപ്പോർട്ടറേയും അത് അപ്രീഷിയേറ്റ് ചെയ്ത ഇതൊക്കെ പുറത്തു കൊണ്ടുവരണം. ഇപ്പൊ എല്ലാം ഒന്നും സർക്കാരിന്റെ മുമ്പിൽ ഡയറക്റ്റ് ആയിട്ട് വരത്തില്ല. ഇപ്പം പോലീസുകാരെ വർഷങ്ങളിലും സുസ്ഥിരമായിട്ട് സേവനം ചെയ്ത ആളല്ലേ ജോർജ് സാറ്. ഇത് മുകളിലെ തട്ടിലെ എത്തുന്നതിന് മുമ്പ് അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒതുക്കി അവരെ സംരക്ഷിക്കാൻ നോക്കുന്നതിന് ഒരു ഗവൺമെന്റിനെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? പുറത്തു വരുമ്പോൾ വിഷയം വെളിയിൽ വരുമ്പോൾ ഗവൺമെന്റ് നിസ്സംഗത പാലിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റകരമായ അനാസ്ഥയാണ്. അത് അവരെ കുറ്റപ്പെടുത്തണം. അല്ല, കുറ്റകരമായ അനാസ്ഥ കാട്ടിയിട്ടുണ്ട് ശ്രീ ജോർജ് ജോസഫ്. അതാണ് കാരണം മുൻപ് ലോക്നാഥ് ബെഹ്റയുടെ കാലത്ത് ആ സമയത്തൊക്കെ ഈ പോലീസിലൊരു ഓഡിറ്റിംഗ് ആ സമയത്ത് നടത്തിയിരുന്നു. കാരണം ക്രിമിനലുകളായ പോലീസുകാരുടെ എണ്ണം അങ്ങനെയൊക്കെയുള്ള ഓഡിറ്റിംഗ്. പക്ഷെ അതിനൊക്കെ ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ടോ? കാരണം അങ്ങനെ ഒരു ജീർണാവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടോ? പോലീസിലൊരു ഓഡിറ്റിംഗ് വേണം. എത്ര ക്രിമിനലുകൾ, ഇത്തരത്തിലുള്ള ഇടിയന്മാർ, മൂന്നാം മുറ നടത്തുന്ന, പാവങ്ങളെ കൈക്കിട്ടിയാൽ ഇഞ്ചപരുവമാക്കുന്ന ഇത്തരം ഗുണ്ടകളെ, ക്രിമിനലുകളെ കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കേണ്ടതല്ലേ ശ്രീ റെജി ലൂക്കോസ്? തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയമില്ല. ശ്രീ ജോർജ് ജോസഫിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്. ഇല്ല, അതെ, ഞാനിപ്പം ആഭ്യന്തര വകുപ്പിനോടും DGPയോടും അഭ്യർത്ഥിക്കുന്നത് കേരളത്തിലെ ഓരോ SP-മാരോടും ഇതുപോലെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും പോലീസുകാരുമുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് സർക്കാർ ഇനി 8 മാസമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഇതുപോലെ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്ന ആൾക്കാരെ പിൻവലിക്കണം, അവർക്ക് മറ്റു യൂണിറ്റിലേക്ക് മാറ്റണം, അവർക്കെതിരായിട്ട് അതിശക്തമായ ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയും വേണം. ഡിപ്പാർട്ട്മെൻറ്റ് നടപടി അനുസരിച്ച് നമുക്കൊരു കുന്നംകുളം കേസിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് നടപടി 2 ഇൻക്രിമെൻറ്റ് കളഞ്ഞതേ ഉള്ളൂ. അത് അവരുടെ കോണ്ടാക്ട് റൂളാണ്, മിസ്കോണ്ടക്റ്റ് കൊണ്ടാണ്. പക്ഷേ ക്രിമിനൽ കേസ് ആ പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ട് ഒരാളെ മർദ്ദിക്കുന്നതിന് ക്രിമിനൽ കേസ് എടുത്തിട്ടില്ല. അത് തന്നെ ഇപ്പം പീച്ചിന് സംഭവിച്ചിരിക്കുന്നത്. അവിടുത്തെ KP ഔസഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലെ ജീവനക്കാരെ 2 പേരെ അവിടുത്തെ മാനേജരെയും പിന്നെ അയാളുടെ അസിസ്റ്റൻറ്റ് മാനേജരെയും കൊണ്ടുപോയി ആ SI അടിക്കുന്ന അടി കണ്ടാൽ അത് സമൂഹത്തിൻ്റെ ചെവിട്ടിൻ്റെ അടിക്കുന്ന അടിയാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സർക്കാർ അടിയന്തരമായിട്ട് ലോ ആൻഡ് ഓർഡറിൽ ഇതുപോലെയുള്ള പുഴുക്കുത്തുകൾ ഇരിപ്പുണ്ട്. അത് കൺസേൺഡ് SP ഇവരെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് അടിയന്തരമായിട്ട് മാറ്റണം, അല്ലെങ്കിൽ ഗവൺമെൻറ് കൂടുതൽ പഴി കേൾക്കേണ്ടി വരും. ഇപ്പോഴത്തെ പീച്ചി സംഭവത്തിനും അതുപോലെ ഒരു ടെർമിനേഷൻ വരും. ആ SI അന്ന് അയാളിപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറായി, അപ്പോൾ അയാളെ മാറ്റേണ്ടി വരും. ഇവിടുത്തെ നേമത്തെ കേസിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ റാന്നിയിലെ അവിടുത്തെ DYFIക്കാരനെ 2012 അതിക്രൂരമായി മർദ്ദിച്ച കഥ അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് നമുക്ക് സങ്കടം വന്നു. അത് DYFIക്കാരനാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ ഭേദമന്യേ ചില ഗുണ്ടകൾ പോലീസിൽ ഇരിപ്പുണ്ട്. അവന്മാരൊക്കെ ഈ രീതി പണത്തിന് വേണ്ടി പീച്ചി സംഭവത്തിനകത്ത് പണം 5 ലക്ഷം രൂപ എണ്ണി വാങ്ങിക്കുന്ന CCTV ദൃശ്യം വന്നിട്ട് അങ്ങനെ ഒരു പൈസയും കിട്ടിയിട്ടില്ല, അത് പിടിച്ചു പറിച്ചുകൊണ്ട് അവർ തന്നെ കൊണ്ടുപോയി എന്നൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇതൊക്കെ ആരെ ബോധ്യപ്പെടുത്താനാണ്? അപ്പോൾ അതൊരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവന്നത് 5 ലക്ഷം വാങ്ങിച്ചിട്ടാണ്. അതിൽ 3 ലക്ഷം രൂപ പോലീസും ആ SIയും പാർട്ടികളും എടുത്തു. അതിനുശേഷം 2 ലക്ഷം രൂപ ആ ദിനേശ് എന്ന് പറഞ്ഞ ആളും എടുത്തു എന്നാണ് പറയുന്നത്. അത് CCTV ദൃശ്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഹിസ്റ്ററിയുള്ള അത് DYSP റാങ്കിലായാലും ശരി, SP റാങ്കിലായാലും ശരി, അടിയന്തരമായിട്ട് ആഭ്യന്തര വകുപ്പും അതുപോലെ DGPയും അങ്ങനെയുള്ള ഒരു ലിസ്റ്റ് എടുത്തിട്ട് ഒരാഴ്ചക്കകം പോലീസ് സ്റ്റേഷനിലെ എല്ലാ SP-മാർക്കും അറിയാതെ ആരൊക്കെയാണ് കുഴപ്പക്കാരെന്ന്. ഇതുപോലെ പൊതുജനങ്ങളെ എടുത്ത് മർദ്ദിക്കുന്നത്, സ്ത്രീകളോട് അപരാധം പെരുമാറുന്ന ധാരാളം പേരും ലോ ആൻഡ് ഓർഡർ ഇരിക്കുകയാണ്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ ഇരിക്കുന്നവരെ അടിയന്തരമായിട്ട് മാറ്റണം. ആ SP-യുടെ കീഴിൽ ഒരിടത്തും ലോ ആൻഡ് ഓർഡർ ഇരുത്താൻ പാടില്ല. അവർക്ക് അതിന് പറയാൻ ധാരാളം ഷെട്ടുകൾ കേരളത്തിലുണ്ട്. അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഗവൺമെൻറ്റിൻ്റെ ഇമേജ് കുറച്ചുകൂടെ വർദ്ധിക്കും. അവിടെയാണ് ഇപ്പം ചെയ്യേണ്ടത്. ഇപ്പം അടിയന്തരമായിട്ട് കുന്നംകുളത്തിനകത്ത് റിമൂവൽ വേണം. അതുപോലെ പീച്ചി സംഭവത്തിനകത്ത് ഒരു റിമൂവൽ വേണം. ഇവിടെ ഈ നിയമ സംഭവത്തിനകത്തും അതും റിമൂവലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതുപോലെ ആ DYFIക്കാരനെയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു DYSP ആയാലും SP ആയാലും ഇപ്പോൾ അയാൾക്ക് പ്രൊമോഷൻ ആയിട്ടിരുന്നു. അവരൊന്നും സമൂഹത്തിന് ആവശ്യമില്ല.
അത് ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി ചിലപ്പം തല്ലൊക്കെ നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അത്ര ഹാർഡ് കോഡ് ക്രിമിനൽസിനാണ്. അല്ലാതെ ഈ രാഷ്ട്രീയപരമായിട്ട് വരുന്ന പോലീസ് സ്റ്റേഷനിൽ ചില കേസെടുത്ത് എല്ലാവരും ഞങ്ങൾ എത്രയോ പേരെ അറസ്റ്റ് ചെയ്തിട്ട് സെല്ലിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ദേഹത്ത് തൊടുമില്ല. അവർക്ക് ആവശ്യമായ ആ സൗമ്യതയിൽ തന്നെ, കാരണം ആ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ബ്രേക്ക് ചെയ്ത് ഒരു അടിപിടി ബഹളമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അവരുടെ ദേഹത്തൊന്നും ആരും കലിവ് വെക്കത്തില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയല്ലല്ലോ അവരെ നമ്മൾ കാണുന്നത്. ചില സന്ദർഭത്തിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം സീറ്റ് ഫോർട്ടിലൊക്കെ വിജയിച്ചു വന്ന CPM നേതാക്കന്മാർ മറ്റൊരു അവസരത്തിൽ എന്നോട് എന്ത് സഹവാർത്തത്തോടെയാണ് പെരുമാറുന്നത്. അനിരുദ്ധൻ്റെ മകനും സമ്പത്തും ഒക്കെ, അനിരുദ്ധനൊക്കെ എൻ്റെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ MP നിരന്തര സത്യാഗ്രഹമായിരുന്നു. അങ്ങനെയൊക്കെ വെച്ച് പക്ഷേ വെളി കണ്ടു കഴിഞ്ഞാൽ ചില സന്ദർഭത്തിൽ ചിലപ്പോൾ ചിലർക്കൊക്കെ പരിക്കേൽക്കുന്നുള്ളൂ. പക്ഷേ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ചെയ്യണം. കാരണം ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. CCTV ദൃശ്യം എല്ലാവർക്കും ലഭിക്കുമെന്ന് വന്നു. സുപ്രീം കോടതിയുടെ കർശനമായ നിർദ്ദേശം വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ എൻട്രിയിലും എക്സിറ്റിലും പോലീസ് സ്റ്റേഷനകത്ത് ചോദ്യം ചെയ്യുന്ന സ്ഥലത്തും സെല്ലിനകത്തും ഒക്കെ CCTV വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ പീച്ചി സംഭവത്തിന് 1 വർഷം മുമ്പ് കിട്ടിയ CCTV ദൃശ്യമാണ്. ആ അടിക്കുന്ന അടി നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു ദാക്ഷിണ്യമില്ല. ഈ സർക്കാർ അങ്ങനെ ചില എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട നേരത്തെ ഇവിടെ ഒരു പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ഒരു തലവനുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റിസ് നാരായണക്കുറുപ്പിന്റെ കാലഘട്ടമാണ് ഓർമ്മയിലേക്ക് വരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനമുണ്ടോ? കാരണം നേമം ഷജീർ ഉൾപ്പെടെ ഈ കാലങ്ങളായി ഇത്തരം സംവിധാനങ്ങളെയൊക്കെ സമീപിക്കുകയാണ്. അപ്പോൾ അതിലൊരു അറ്റൻഷൻ കിട്ടാതെ പോകുന്നുണ്ട്. അതെന്തുകൊണ്ട്? അത് അവിടെ ഇരിക്കുന്നവരൊക്കെ ഇവർ പോയി എല്ലാവരും റിട്ടയർഡ് ഹാൻഡ്സാണ് അവിടെ ഇരിക്കുന്നത്. അവരൊന്നും അതിശക്തമായ നടപടി എടുക്കാനൊന്നും റെക്കമെൻഡ് ചെയ്യും. അതൊക്കെ പിരിച്ചുവിടണം. ജനമൈത്രിയും വേണ്ട. നമുക്കിതൊന്നും ആവശ്യമില്ല. ജനമൈത്രിയും വേണ്ട. അതുപോലെ തന്നെ ഈ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയൊക്കെ ആവശ്യമില്ലാത്ത ചടങ്ങുകൾ. അവിടെ അങ്ങ് പോയാൽ നീതി നമുക്ക് ലഭിക്കത്തില്ല. അടി കിട്ടിയവരും മറ്റവരും അതേ പോലീസ് സ്റ്റേഷൻ. ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട്, ഞാനും ഒരു 1.5 വർഷം വെളിയിൽ നിന്നതാണ് DYSP എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്തത്. അത് ഗുരുവിനാക്കുന്ന കുറുവച്ചൻ്റെ, ഞാൻ ഇന്നലെ അത് വേറെ ചാനലിൽ പോയി, കുരുവച്ചൻ്റെ 18 വർഷം കള്ളക്കേസ് എടുത്ത് കുറുവച്ചനെ ഞാൻ നിയമപരമായിട്ട് സഹായിച്ചുകൊണ്ട് എൻ്റെ IPSും പോയി എനിക്കെതിരായിട്ട് വിജിലൻസ് കേസ് കള്ളക്കേസ് എടുത്ത് അന്നത്തെ DGP ഉൾപ്പെടെ ഈ മേലുദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇവിടെ സൂപ്പർവൈസറി ലാപ്സസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടാണ്. പലരെയും സംരക്ഷിക്കും, ചില രാഷ്ട്രീയ പാർട്ടികൾ കേൾക്കും. അതൊന്നുമല്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും ഒരു മേലുദ്യോഗസ്ഥനെ സംരക്ഷിക്കരുത്. അത് കൃത്യമായിട്ട് അവരെ റിമൂവലാണെങ്കിൽ റിമൂവൽ വേണം, സർവീസിൽ നിന്ന് പറഞ്ഞു വിടണം. കാരണം പൊതുജന സേവനമാണ് നമ്മൾ എല്ലാ കാര്യത്തിനും ഈ പോലീസിൻ്റെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോ ആൻഡ് ഓർഡർ മാത്രമല്ല, അവർക്കുള്ള ഓരോരുത്തരുടെയും വിഷമതകളും പ്രയാസങ്ങളും അയൽവക്കംകാരും വഴക്കുണ്ടാകുന്നു. സ്ത്രീകളെല്ലാം കുട്ടികളുമായിട്ട് പോലീസ് സ്റ്റേഷൻ വരുന്നു. എത്ര ഭയമാണ് ഇന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലീസ് സ്റ്റേഷൻ. ഇന്നും ആ അവസ്ഥ മാറിയിട്ടില്ലല്ലോ. പോലീസ് സ്റ്റേഷൻ്റെ സെറ്റപ്പേ മാറണം. നമുക്ക് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, എല്ലാ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലും ഈ വരുന്നവർക്ക് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനം വേണം. വെള്ളം കുടിക്കാനും സംവിധാനം. എത്രയോ വിഷമിച്ച മകനെ പോലീസ് ചിലപ്പം ആ വീട്ടുകാരും എതിര് പറയുമായിരിക്കും. അപ്പനെ കൊന്നവനായിരിക്കും, അല്ലെങ്കിൽ അമ്മയെ കൊന്നവനായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു ആസിഡ് ഒഴിച്ചവനായിരിക്കും, കുട്ടികളെ ഉപദ്രവിച്ചവനായിരിക്കും. പോലീസ് സ്റ്റേഷൻ കൊണ്ടിടുമ്പം അവരുടെ അപ്പനും അമ്മയൊക്കെ അവിടെ വരും. ഇവന് എതിരാണെങ്കിലും അവർ തീർച്ചയായിട്ടും മകനെ അവിടെ കൊണ്ടിടുമ്പം പോലീസ് ഉപദ്രവിക്കുമെന്ന് വിചാരിച്ച് അവരെല്ലാം വരും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇരിക്കാനുള്ള സംവിധാനം പോലീസ്, അതൊക്കെ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ സെറ്റപ്പ് അതിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ മാറുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ആശങ്കയാണ്. ശ്രീ നേമം ഷജീർ, ഈ ക്രിമിനലായിട്ടുള്ള ഈ സമ്പത്തിനെതിരെ ഇനി എന്ത് നടപടിക്കാണ് ആലോചിക്കുന്നത്? കാരണം വൈകിയാണ് ഇപ്പോൾ FIR പോലും എടുക്കുന്നത്. അപ്പോൾ ഈ കാക്കിയിട്ട ഗുണ്ട ഈ സർവീസിൽ ഇപ്പോഴും ഇങ്ങനെ വിലസുന്ന ഒരു സമയമാകുമ്പോൾ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നവരെ നിയമപരമായിട്ടുള്ള പോരാട്ടമായിട്ട് തുടരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇവിടെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ പരാതി കൊടുത്തു. അതൊരു പ്രഹസനമായി മാറി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവസാനം ഞാൻ നിരന്തരം വിളിക്കുമ്പോഴെല്ലാം പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ പോകാറുണ്ട്. അവസാനം അവർ തന്ന ഒരു കൊല്ലം മുമ്പേ അവർ തന്ന മറുപടി എന്ന് പറയുന്നത്, ഇനി ഈ പരാതിയുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല, ഇത് നിങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തത് കൊണ്ട് മറ്റൊരു സ്ഥലത്ത് കേസ് നോക്കുന്നത് കൊണ്ട് പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് എൻ്റെ പരാതി ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഇവിടെ ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറിക്ക് വേണ്ടിയും ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടിക്ക് വേണ്ടിയാണ് ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ വിശ്വസിച്ചുകൊണ്ട് പരാതി കൊടുത്തത്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള നടപടിക്കോ മറ്റൊന്നിനും ശുപാർശ ചെയ്യാൻ കഴിയില്ല, അത് മറ്റ് കോടതിയിൽ പരിഗണിക്കുന്ന വിഷയമായതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ പരാതി ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇത്രയും വലിയൊരു സർക്കാരിൻ്റെ വലിയ സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് റൺ ചെയ്യുന്ന ഒരു അന്വേഷണ ഏജൻസിയുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ സാധാരണക്കാർക്ക്, ഞാൻ പറയുന്നത്, എന്നെപ്പോലുള്ള ഒരാൾക്ക് പോലും നീതി കിട്ടുന്നില്ലെങ്കിൽ സാധാരണക്കാർക്ക് എവിടെ നിന്നാണ് നീതി കിട്ടുന്നത് എന്നുള്ളതാണ് വലിയ ആശങ്ക.
അപ്പോൾ എന്തായിരുന്നാലും നിയമപരമായിട്ടുള്ള പോരാട്ടമായി തുടർന്ന് പോകും. അത് സമരവുമായി മുമ്പോട്ട് പോകും. എൻ്റെ പാർട്ടി വലിയ പിന്തുണയാണ് ഈ അവസരത്തിൽ നൽകുന്നത്. എല്ലാവിധ പിന്തുണ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതറ്റം വരെ പോയാലും ഈ ക്രിമിനൽ സമ്പത്തിനെ മാത്രമല്ല, ഞാൻ ഈ സമ്പത്തിനെ കുറിച്ചുള്ള കേട്ടറിവ് ഇതിനേക്കാൾ ഭീകരമാണ്. അത് മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ നിങ്ങളൊരു അന്വേഷണം നടത്തിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലുള്ള ക്രിമിനലുകൾ ഒരിക്കലും വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പം ഏതെങ്കിലും ഒരാളുടെ ജീവൻ ഇദ്ദേഹം എടുക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ പോരാട്ടം നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചത്. അപ്പം ഞാൻ ഈ സമരരംഗത്തൊക്കെ നിൽക്കുന്ന ആളുകളാണ്. നിരവധി ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയ ആളാണ്. നിരവധി പോലീസുകാരുടെ ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയ ആളാണ്. ഞാൻ ഒരു പോലീസുകാരുടെ പുറകെയും പോയിട്ടില്ല. അതൊക്കെ നമുക്കറിയാം, സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുക്കുന്ന നടപടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇത് അന്ന് നിയമത്തിൽ ഞാൻ നേരിട്ടത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമണമാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു ക്രിമിനൽ പുറത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു കുറ്റവാളിയുടെ മനോഭാവമാണെന്ന് പുറത്ത് കണ്ടത്. ഇപ്പം ഞാനല്ലെങ്കിൽ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം അതിനുശേഷമാണ് നമ്മൾ ഈ നടപടിയുമായി ഈ പോരാട്ടവുമായി മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒന്ന് ഒതുങ്ങിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നത് വരെ ഇതുപോലുള്ള ക്രിമിനലുകൾ പോലീസ് സ്റ്റേഷനിൽ അഴിഞ്ഞാടും എന്നുള്ളതിൽ ഒരു അതാണ് ആ ജീവൻ നഷ്ടപ്പെടാതെ നേമം ഷജീറിന്റെയും ആ കുടുംബത്തിന്റെയും ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇത്തരം ഗുണ്ടയെ, സമ്പത്തിനെ പോലെയുള്ള ഗുണ്ടയെ വെച്ച് പൊറിപ്പിക്കണം. പോലീസിന്റെ മൂന്നാം മുറയുടെ നടുക്കുന്ന പ്രതികരണങ്ങളും ഉദാഹരണങ്ങളും ദൃശ്യങ്ങളും ഒക്കെയാണ് ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്കമാലിയിലേക്ക് പോയി കഴിഞ്ഞാൽ റിപ്പോർട്ടിലേക്ക് പോയ ശേഷം ശ്രീ റെജി ലൂക്കോസിലേക്ക് എത്താം. അങ്കമാലി സബ് ഇൻസ്പെക്ടർ അകാരണമായി മർദ്ദിച്ചു എന്ന ആരോപണവുമായി ഓട്ടോ ഡ്രൈവർ രംഗത്ത്. അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാറിന് എതിരെയാണ് ഓട്ടോ ഡ്രൈവറായ സിബീഷിന്റെ ആരോപണം. കഴുത്തിലിടിക്കുകയും കാലിൽ ബൂട്ടിട്ട് ചവിട്ടി ഞെരിച്ചുവെന്നും സിബീഷ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾക്കായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചപ്പോൾ അന്ന് സ്റ്റേഷനിലെത്തിയ മറ്റ് വ്യക്തികളുടെ സ്വകാര്യത മാനിച്ച് ദൃശ്യങ്ങൾ നൽകാനാകില്ലെന്നായിരുന്നു മറുപടി. ഞാൻ വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് പേടിയാണ്, പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെയാണല്ലോ. അപ്പോൾ വാ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വളരെ ഇതിലാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് മർദ്ദനവും അതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ പോലീസിൽ നിന്നും നേരിട്ട മർദ്ദനത്തിൻ്റെയും അധിക്ഷേപങ്ങളുടെയും കഥകളുമായി പുറത്തോട്ട് വരുന്നത്. ഇപ്പോൾ അങ്കമാലിയിൽ ഒരു ഓട്ടോ ഡ്രൈവർ ഏറ്റവും ഒടുവിലായി ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 6-ാം തീയതി അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ചെറിയ സംഘർഷത്തെ തുടർന്ന് എന്നെ അതിലൊരാൾ ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ച് വരുത്തണേ. ഞാനവിടെ ചെന്നപ്പോൾ അവരോട് കാര്യങ്ങൾ തിരക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ SI പ്രദീപ് കുമാർ പെട്ടെന്ന് ചാടി ഇട്ടിട്ട് നീ അങ്ങനെ പോകലേടാ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് ഷർട്ടിനെ പിടിച്ചിരിക്കുകയും പുള്ളിയുടെ മുഷ്ടി ചുരുട്ടി നെഞ്ചോട് ചുമരുമ ചേർത്ത് തന്നെ അമർത്തി. അത് കഴിഞ്ഞിട്ട് കഴുത്തിനോട് ശക്തമായിട്ട് ഇടിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് അകത്ത് കൊണ്ടിരുത്തി. എന്നിട്ട് മറ്റു 2 വ്യക്തികളോട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറഞ്ഞു. ഏകദേശം ഒരു 1.5 മണിക്കൂർ എൻ്റെ സ്റ്റേഷനിൽ അവിടെ ഇരുത്തിയതിന് ശേഷം പുള്ളി ഇറങ്ങി വേട തെണ്ടിയെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിക്കായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പുള്ളി ആ സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് എൻ്റെ അമ്മയും പെങ്ങളെയൊക്കെ പുള്ളിക്ക് വേണമെന്ന രീതിയിൽ വളരെ അസഭ്യമായ രീതിയിൽ നമുക്കൊരു ഒരാണെന്ന രീതിയിൽ കേട്ടുക്കാൻ പറ്റാത്ത അരക്കണ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുണ്ടായി. ഇത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കാലുമ്മ ശക്തമായിട്ട് പുള്ളി ബൂട്ടിട്ട് ചവിട്ടി തിരുമ്മി അതിന് നെഞ്ചത്ത് ആഞ്ഞടിക്കുകയായിരുന്നു. എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോയി. തുടർന്ന് ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ കാല് വേദനയും കഴുത്ത് വേദന എടുത്ത് കഴിയുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റൽ അങ്കമാലി പോയി ചികിത്സ നേടി. അവിടെ ചെന്നിട്ട് അവിടുത്തെ ഡോക്ടർ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് പുള്ളിക്കാരി ആ ഡോക്ടർ മാഡം പറഞ്ഞു നേരെ പോയി ഇതിൻ്റെ സ്കാനും എക്സ്റേ എടുത്ത് നോക്കണം. തുടർന്ന് ഞാൻ എൻ്റെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരിക, ഇതിൻ്റെ സത്യം തെളിയിക്കുക എന്നുള്ള എൻ്റെ ബാധ്യതയാണ്. അതിനുവേണ്ടി അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിവരാവകാശ നിയമപ്രകാരം വെച്ചിട്ട് 30 ദിവസം എത്താറായപ്പോഴെങ്കിൽ അതിൻ്റെ മറുപടി വന്നത്. മറുപടിയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന മറ്റു വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് ഒരു കടന്നുകയറ്റാവും ഈ CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനൊക്കെ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനമൊക്കെ സുതാര്യമായിരിക്കണമെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്ത് സ്വകാര്യതയെന്ന് അറിയില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരിക്കുകയാണ്. ആലുവ നർക്കോട്ടിക് ഡിവൈഎസ്പിക്ക് അതിൻ്റെ അന്വേഷണ ചുമതലയുണ്ട്. ആ ഒരു കേസ് പരാതി കൊടുത്തതിൽ അതിൽ തുടർ നടപടി എന്തെങ്കിലും ഉണ്ടായി? വേറെ ഒന്നും എനിക്ക് അറിവില്ല. ഇനിയിപ്പോൾ അവിടെ അറിയണമെങ്കിൽ നേരിട്ട് നമ്മൾ ചോദിക്കുകയോ വിവരാശം വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യണം. അങ്കമാലി SIയുടെ കൂടെ വർക്ക് ചെയ്യുന്ന പോലീസുകാർ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അറിയുന്ന ആളുകൾ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം പണം വാഗ്ദാനം ചെയ്യാം, നീ പറയണ രീതിയിൽ ചെയ്യാം. ഞാൻ പറഞ്ഞു പണത്തിന് വേണ്ടി ചെയ്ത കേസല്ല. എന്താ വെച്ചാൽ നിരപരാധിയെ എന്നെ തല്ലിയത് എന്താണെന്ന് എനിക്കറിയണം. അകാരണമായാണ് തന്നെ മർദ്ദിച്ചത്. മർദ്ദിക്കുക മാത്രമല്ല, കേട്ടാൽ അറയ്ക്കുന്ന വിധം അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് സിബീഷ് ആരോപിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരണം. CCTV ഉൾപ്പെടെയുള്ളവ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സിബീഷ്. ബിനു തോമസിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്രീ റെജി ലൂക്കോസ്, കുന്നംകുളം, പീച്ചി, നേമം, കോന്നി
ഇപ്പോൾ അങ്കമാലി അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ വരുമ്പോൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഇത്തരം സംഭവങ്ങൾ പോലും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് മാത്രമേ ഉള്ളൂ. ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ ഈ സേനയ്ക്ക് ആവശ്യമുണ്ടോ ശ്രീ റെജി ലൂക്കോസ്? അപ്പോൾ മാതൃകാപരമായി ഇമ്മീഡിയറ്റ് ആക്ഷൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞതുപോലെ അവർ ആക്ഷൻ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല, വൈകിക്കപ്പെടുന്നു? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കുന്നംകുളത്ത് കേസിലെ DGP കിട്ടിയ ഉപദേശപ്രകാരം അവരെ പിരിച്ചുവിടാന്നുള്ളതാണ്. ആദ്യത്തെ ശിക്ഷ റദ്ദ് ചെയ്തിട്ടാണ്. ആദ്യത്തെ ഒരു ചെറിയ ശിക്ഷയായിരുന്നു. അതിനുശേഷം സസ്പെൻഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു തുടക്കം എന്ന് മാത്രമേ ഉള്ളൂ. അവരെ പിരിച്ചുവിടുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഗവൺമെന്റ് ശക്തമായി നടപടി ചെയ്യും. ഈ അങ്കമാലിയിൽ കേട്ടതൊക്കെ വളരെ ഭയാനകമാണ്. എങ്ങനെയാ SI എന്ന് പറയുന്ന വ്യക്തിക്ക് തോന്നുന്നു ഒരു നിരപരാധിയെ വിളിച്ചു വരുത്തി അയാളെ ഉപദ്രവിക്കുക, കേട്ടാറയ്ക്ക് തെറിയൊക്കെ വിളിക്കുക, ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ തുടങ്ങിയാൽ ഇവരൊക്കെ എവിടെ ഇത് കളരിയിലാണ് പഠിച്ചത്? ഇവർ മാതാപിതാക്കളായി ജനിച്ച് മനുഷ്യരായിട്ട് ജീവിച്ചവരല്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇത്തരം ചെറിയ കുറെ ക്രിമിനൽസ് ഉണ്ട് നമ്മുടെ സേനയിൽ. ഞാനത് നിഷേധിക്കുന്നില്ല, അത് തുറന്നു പറയുന്നത്. പക്ഷെ അതുകൊണ്ട് കേരള പോലീസ് മുഴുവൻ ഇതുപോലെ ക്രിമിനൽ കൂട്ടാന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനും പറ്റത്തില്ല. കാരണം നമ്മുടെ നാടിന് തന്നെ മാതൃകയായി കേരള പോലീസ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിനെതിരെ ശക്തമായ ഒരു സർക്കാർ സ്വീകരിക്കണം. ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. എന്ത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിശ്ചയമായിട്ടും കർശന നടപടി ഇവർക്ക് അതിലെടുക്കണം. അത് എടുക്കുമെന്ന് ഞാൻ 100% പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ നേമം ഷജീറൊപ്പം ശ്രീ ജോർജ് ജോസഫ്, റെജി ലൂക്കോസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. അപ്പോൾ നമ്മൾ പോലീസിന്റെ മുന്നിലോ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നവർ മൊബൈൽ ദയവായി ഒന്ന് ഓണാക്കി, ക്യാമറ ഓണാക്കി ഇട്ടിട്ട് വേണം പോകാൻ. കാരണം ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പല ദൃശ്യങ്ങളും അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. നീതിക്ക് വേണ്ടി നമ്മൾ തന്നെ പോരാടേണ്ടി വരുന്ന അവസ്ഥയാണ്. അപലപിക്കേണ്ട സംഭവങ്ങളാണ് കേരള പോലീസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്.